അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മോള് വന്നു കേട്ടോ നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന്. മാഷാ അല്ലാ. മോള് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ലഗേജൊക്കെ കൂടിയിട്ട് ആൾക്ക് നല്ല ദേഷ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പയും കുറേ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചു. ഉമ്മയും പത്തിരിയും ബീഫൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു. അപ്പോൾ അതെല്ലാം കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അബുദാബി എയർപോർട്ടിലായിട്ടാണ് വന്നത്. രാത്രിയാണ് കേട്ടോ വന്നത്, 1 മണി ആയിക്കണ് എത്തിയപ്പം. അപ്പം ഞങ്ങളിത് ബോക്സ് ഓപ്പൺ ചെയ്യാണ്. മുകളിൽ കാണുന്നതൊക്കെ അവളുടെ ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ അടിയിലാണ് സാധനങ്ങളൊക്കെ. ആദ്യം ഞാനതൊന്നും പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിത്തിരി ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ പൊട്ടിക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ കേട് വരുന്ന സാധനങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഓരോന്ന് ആദ്യം എടുത്ത് വെച്ചു ബോക്സിൽ നിന്ന്. പഴമൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കെല്ലാം അത് വീഡിയോയിൽ കാണാവുന്നതാണ്. പിന്നെ മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബോക്സിൽ നിന്ന് എടുത്ത് വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ കപ്പ ഉണ്ടായിരുന്നു, അതുപോലെ ചേമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുത്തെ പൊടി ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അധികം നാട്ടിൽ നിന്ന് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഈവൻ വെളിച്ചെണ്ണ പോലും ഞാൻ നാട്ടിലത്തെ മില്ലിൽ നിന്നുള്ളതാണ് വാങ്ങിച്ചിട്ടാണ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഞാൻ നാട്ടിലത്തെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്നും അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. നാട്ടിലെ മില്ലിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുക. ഉമ്മ ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കും. നല്ല പത്തിരിയാണ്. ബീഫും ഉമ്മ ഉണ്ടാക്കി. പത്തിരി ഞങ്ങളുടെ വീട്ടിൽ ഇത്താത്ത വരുന്നുണ്ട്, ആ താത്താനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അപ്പം ഞാനിതെല്ലാം കൂടി ഒരു ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നൈറ്റി ഉണ്ട് കേട്ടോ, അതെൻ്റെ ഉപ്പാടെ വകയാണ്. പിന്നെ കുറേ മിച്ചറ്, മുറുക്ക്, അരിപ്പൊടി ഉണ്ട്, പിന്നെ കറുത്ത ഹലുവ ഉണ്ട്. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. റാഗിപ്പൊടി ഉണ്ട്, പിന്നെ എൻ്റെ എളിയും ഉണ്ടാക്കിയൊരു കേക്ക് ഉണ്ട്, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. പുളിയിഞ്ചി ഉണ്ട്, നാരങ്ങച്ചാറുണ്ട്, അതുപോലെ തന്നെ കായം അരച്ചതൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. തേങ്ങ ചിരവിയതുണ്ട്, അത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയതാണ് കേട്ടോ തലേ ദിവസം തന്നെ. പിന്നെ ഇതാ കുറേ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴം, അതുപോലെ തന്നെ കറിവേപ്പില, പുളി, പിന്നെ എനിക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള മൈലാഞ്ചി പൊടിയുണ്ട്. പിന്നെ ഇതാ ചുമയുടെ ലേഖം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കേട്ടോ, ആയുർവേദിക്കിൻ്റെ കുറച്ച് പ്രൊഡക്ട്സുകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് കാണിക്കാനുള്ളത്. പിന്നെ കുറച്ച് മിഠായി ഉണ്ട്, ഉപ്പാൻ്റെ ഷോപ്പിലുള്ള മിഠായിയാണ്. കുറച്ച് കടിച്ചാ പറിച്ചി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് കേട്ടോ. വിക്സ്, തൊണ്ടവേദനയ്ക്കുള്ള ഏലാദി ടാബ്ലറ്റ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉപ്പ കൊടുത്തച്ച നൈറ്റും അതൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, താങ്ക് യു.